ഹലോ അസ്സലാമലൈക്കും. ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഡോറൊക്കെ അടച്ച് ഞങ്ങൾ പുറത്തിറങ്ങിയിരിക്കണം. അപ്പോൾ തറവാട്ടിലേക്ക് പോണ വീഡിയോ, അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ പരിപാടി, ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി ഓട്ടോ വന്നിക്കണ്. മക്കളൊക്കെ ഓട്ടോയിൽ കയറി ഇരുന്നിക്കണം, ഞാനും ഓട്ടോയിൽ കയറി. അങ്ങനെ ഞങ്ങൾ പോയിങ്ങോട്ട് നിൽക്കുകയാണ്. മഴ കാരണം ഉപ്പാക്ക് ഞങ്ങളെ കൊണ്ടുവരാൻ വരാൻ പറ്റിയില്ല. ഉപ്പാക്ക് സ്കൂട്ടിമ്മ വരാൻ പറ്റായിട്ട് ഇപ്പം പറഞ്ഞു നിങ്ങൾ ഓട്ടോ വിളിച്ച് വന്നോളിന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഓട്ടോ വിളിച്ച്. എന്ന് പോകുമ്പോൾ ഉപ്പ വന്നുകൊണ്ട് കൊണ്ടുപോകലാണ്. അപ്പോൾ ഉപ്പാക്ക് വരാൻ പറ്റിയില്ല, നല്ല മഴയല്ലേ. പിന്നെ ഇന്ന് മക്കൾക്ക് ലീവും അല്ലേ. അപ്പോൾ ഇളയച്ചി രാവിലെ തന്നെ വിളിച്ചിരുന്നു ബിരിയാണി ഒക്കെ ഉണ്ട് പറഞ്ഞിട്ട്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ദമ്മിടലൊക്കെ കഴിഞ്ഞിരിക്കണം. ഒക്കെ റെഡി ആയിട്ടാണ് ഞാൻ അവിടെ എത്തിയത്. പായസം ഒരടുപ്പത്ത് ആഴ്ചകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ചെല്ലാൻ നേരത്താണ് വെച്ചിരിക്കണത് തോന്നുന്നു. പിന്നെ പായസം പറഞ്ഞ് സലാഡ് ഉണ്ടാക്കിയിട്ടില്ല പറഞ്ഞിട്ട് അങ്ങനെ സലാഡ് ഉണ്ടാക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ എടുത്ത് സലാഡ് ഉണ്ടാക്കുകയാണ്. ഉള്ളിയും മരുന്ന് വെച്ചിരുന്നു, ബാക്കിയുള്ളതൊക്കെ ഞാൻ അരിഞ്ഞാണ്ട് സലാഡ് ഉണ്ടാക്കി. എൻ്റെ ഇടയിൽ മറ്റോൾ വന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ടാവുന്നു, ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അവൾ ഡ്രസ്സ് ഇടാതെന്ന് വന്നിന്ന്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അമ്മ അടക്ക കുത്തുന്ന വീഡിയോ എടുക്കുകയാണ്. അപ്പം അമ്മ ചോദിക്കുന്നുണ്ട് എന്താ അപ്പം ഈ കാട്ടണ് വീഡിയോ എടുത്തിട്ടേ. ഉമ്മൻ്റെ ഇടയിൽ എന്നെ നോക്കിയിട്ട് എന്തോ പറയുന്നുണ്ട്. ആ വീഡിയോ ഉമ്മ പറയണ ഞാൻ കേൾപ്പിച്ചു തരാം. ഇമ്മ അങ്ങനെ പറയരുത്, നല്ല രണ്ട് വാക്ക് യൂട്യൂബ് ചാനലിൽ പറയും. അമ്മ അടക്കം കുത്തുണ്ട് ഉമ്മക്ക് തിന്നാന്. ഉമ്മക്ക് ഉപ്പിയിലാക്കി കുഞ്ഞളോ, ഉപ്പിയിലാക്കിയിട്ട് ഇടക്കിടക്ക് ഞാൻ മരുന്ന് പോലെ എടുത്ത് തിന്നാനാണ്. സാറേ ബോധിപ്പിച്ചോ അത് യൂട്യൂബിലുള്ള ആൾക്കാർക്ക്. ഇത് കൊറേ ആൾക്കാർ കാണുമ്പോ മറ്റോളതിന് മുറ്റടിച്ച് വരുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. പിന്നെ ഒക്കെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഇൻഷമോളും എൻസമോളും അംദാനൊക്കെ നല്ല കളിയിലാണ്. എൻസമോൾ പിന്നെ ഫുൾ ഡ്രസ്സിലായതുകൊണ്ട് വീഡിയോ എടുത്തില്ല. അംദാൻ മറ്റോലെ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഓല് പുളിയലങ്കോളത്തേക്ക് ചാടാൻ പോയിക്കണു, മഴയത്ത് കളിച്ചാൻ പോയിക്കണു എന്ന് പറഞ്ഞാണ്ട് ഇനിയപ്പോൾ കാണുന്നുള്ളൂ. അപ്പോൾ മറ്റോലെ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഓല കളിയൊക്കെ കഴിഞ്ഞ് അപ്പത്തിന് ഉച്ച കഴിക്കണു. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്നു. ഇതെന്താ പറഞ്ഞ് ഞങ്ങളമ്മ പായസം കൂടുതലായിട്ട് പായസത്തിന് തിരിച്ച് ആളിച്ച് കത്താണ്. ഇമ്മ പായസത്തിനെ കത്തിച്ച് കത്തിച്ച് കുറുക്കി. പിന്നെ നെയ്യ് അടുപ്പത്ത് വെച്ച് അങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തിടാൻ വേണ്ടിയിട്ട് അങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിട്ട് അപ്പത്തിന് ഓരോരുത്തർ വരവ് തുടങ്ങി. കളിയൊക്കെ കഴിഞ്ഞ് മഴ കൊള്ളലും കളി ഒക്കെ കഴിഞ്ഞങ്ങാണ്ട് ചോറ് തിന്നാൻ വേണ്ടി ഓരോരുത്തർ വരവ് തുടങ്ങിയിരിക്കുന്നു. കുട്ടികളും മക്കളൊക്കെ പാടെ കൂടിയ രസമല്ലേ. അങ്ങനെ ആശിക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ വന്ന് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ചിരിക്കുകയാണ്. ഇവിടെ ഇപ്പം എൻ്റെ ക്യാമറ ഉണ്ടോ ചോദിച്ചങ്ങാണ്ട്. അപ്പം നമ്മളെ ദമ്മ് പൊട്ടിച്ചാണ് മക്കളെ. പായസാൻ്റെ ബിരിയാണി, ബീഫ് ബിരിയാണി. ഞങ്ങളമ്മ പറഞ്ഞ പോലെ തന്നെ പായസാൻ്റെ ബീഫ് ബിരിയാണി. ഓനിക്ക് പിന്നെ ആരും ചോറ് വിളമ്പി കൊടുക്കണ്ട പറഞ്ഞപ്പോൾ ഓന് ക്യാമറയുടെ മുന്നിൽ നിന്ന് മാറി നിൽക്കുകയാണ്. പിന്നെ അങ്ങനെ എല്ലാവർക്കും ചോറൊക്കെ വിളമ്പി കൊടുത്ത് ടിവിയും കണ്ടുകൊണ്ട് ചോറ് കഴിക്കുകയാണ്. അപ്പം ഒരാൾ തെറ്റി നിൽക്കുന്നു, നമുക്ക് സ്ഥലം കിട്ടിയിട്ടില്ല അത്രേ. സ്റ്റൂള് ഓളന്നെ പോയി എടുത്തോടുന്ന് പിന്നെ ഓള് വരുന്നു. എല്ലാവരും നല്ല ഫുഡ് കഴിക്കലാണ്. ബീഫ് ബിരിയാണി, നല്ല സിനിമയും കണ്ട് പുറത്ത് നല്ല മഴയും. പിന്നെ ഓലയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളും ഇരുന്നു, ഞാനും പാരസിയും ഇപ്പം അതിൻ്റെ ഇടയിൽ ഇരുന്നിരുന്നു. അപ്പം ഞാൻ നിസ്കരിച്ചാൻ പോയിരുന്നു, വീഡിയോ എടുത്തില്ല. ചോറയൊക്കെ കഴിഞ്ഞ് ഇപ്പം ഇമ്മയും മമ്മിയും എല്ലാവരും പാടിരുന്നു വാർത്താണ്. മക്കളൊക്കെ അപ്പം തന്നെ നീച്ച് പോയിരുന്നു. എല്ലാവരും കഴിഞ്ഞ് ലാസ്റ്റാണ് ഓൻ വന്നത്. ഓൻ 3 മണിയായിക്കണു വന്നപ്പത്തിന്. ഓൻ്റെ ഫുഡ് കഴിക്കലും കഴിഞ്ഞ് അങ്ങനെ എല്ലാ ചോറയും ഒക്കെ കഴിഞ്ഞാണ്ട് ഒന്ന് ഉറങ്ങി നീച്ച്. അപ്പോൾ പിന്നെ 4 മണി കഴിഞ്ഞിരിക്കണു. സച്ചുവിനെ കളിക്കാൻ വേണ്ടി വിളിക്കാൻ വന്നിരിക്കുകയാണ്.
ഞാൻ ക്യാമറ ഓണാക്കിയപ്പോൾ അവിടുന്ന് മാറിയിരുന്നു. മറ്റോന് വന്നുകൊണ്ട് മറ്റോന് ഗ്രൗണ്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ടാണ് നിൽക്കുന്നത്. ക്യാമറ കണ്ടോടുകൂടെ അവിടുന്ന് പോയി. അങ്ങനെ എല്ലാവരും അതാ ഷാനും അതാ പോണു. ഓരോരുത്തരും അങ്ങനെ പോണു. അവിടെ നല്ല കളി നടക്കുന്നുണ്ട് പന്തളി. എന്താ പറ്റണുണ്ടോ ബൂട്ടും പന്തൊക്കെ കൈ പിടിച്ച് പോകുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും. ചാനൽ ആദ്യമായിട്ട് കാണുമല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.